ക്യാബേജ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് എന്ന് ആരും പറയില്ല കേട്ടോ. അത്ര ടേസ്റ്റാണ് ഇതിന്. ഒരു നോൺ വെജ് കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കാനായി. 200 ഗ്രാം ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അരിഞ്ഞെടുത്താലും മതി കേട്ടോ. നമ്മൾ തോരത്തിനൊക്കെ അരിയില്ല, അതുപോലെ അരിഞ്ഞെടുത്താലും മതി. പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ അല്പം കൂടി കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് ആക്കണ്ട. അതിൻ്റെ കൂടെ 3 കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവാണ്. കടലമാവ് തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം പോലും വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഇതേ കണ്ടില്ലേ, നമ്മളെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറേശ്ശെ എടുത്ത് അധികം കട്ടി കൂടി പോകാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. എന്താ ഈ ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഓരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം തീ നന്നായി ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ഇവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതുപോലെ എനിക്കിനി ഒരു പ്രാവശ്യം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, മല്ലിയില, ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ ഫ്രൈ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ക്യാബേജ് കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്ന സമയം നമ്മൾ ഇതിലേക്ക് കടുകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടണം. പൊടികൾ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറി വരണം. ഞാൻ കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ രൂപത്തിലാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം നന്നായിട്ട് കട്ടകൾ ഉടയത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മുടെ ഗ്രേവി ഇതേ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്ന സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെജ് കറിയാണെങ്കിൽ നോൺ വെജ് കറിയുടെ 1.5 ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാബേജ് കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയിലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് ഇട്ട് വേണം കഴിക്കാൻ. ഈ ടൊമാറ്റോ സോസ് കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.